ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് റേജ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് CPT മോഡിഫൈസ് ആണ്. ഇത് തേർഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓക്കെ, സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 90 മോഡിഫൈസ് വരെയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. റിമൈനിങ് മോഡിഫൈസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, സോ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ കാണുന്ന ആ റെഡ് ലെറ്ററിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടി ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? സോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മോഡിഫൈസ് എന്ന് പറയുന്നത് 91, 92, 76, 77, 51, 59, 53. 59 53 കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, സോ അത് ശ്രദ്ധിച്ച് കേൾക്കുക. ദെൻ 73, 74, 25, 24, 27, 58, 78, 79. ഓക്കെ, ദെൻ 99, 57. സോ ഇത്രയും മോഡിഫൈസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മിസ്സാക്കാതെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് എക്സാം പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. CPC എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്, അതായത് റിവിഷൻ ക്ലാസ്. എല്ലാ ചാപ്റ്ററിലെയും ICT ആണെങ്കിലും CPT ആണെങ്കിലും ഫുൾ ചാപ്റ്ററിലെ ഗൈഡ് ലൈൻസ് ഇൻക്ലൂഡ് ചെയ്താണ് റിവിഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ എക്സാം അടുത്തിരിക്കുന്നവർക്ക്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ മിസ്സാക്കാതെ റിവിഷൻ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് മോഡിഫയർ ആണ് 91. ഓക്കെ, 90 മോഡിഫയർ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്തായിരുന്നു 90 മോഡിഫയർ എന്ന് പറയുന്നത്? റെഫറൻസ് ലബോറട്ടറി അല്ലേ? ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, അവർ പുറത്തൊരു ലബോറട്ടറിയിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നു അല്ലേ? അതാണ് റെഫറൻസ് ലബോറട്ടറി എന്ന് പറയുന്നത്. അതാണ് 90 മോഡിഫയർ വരുന്നത്. സോ ഇത് നമ്മളിവിടെ നോക്കുന്നത് 91 മോഡിഫയർ ആണ്. 91 മോഡിഫയർ എന്ന് പറയുമ്പം റിപ്പീറ്റ് ലബോറട്ടറി ടെസ്റ്റ് ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ദിസ് മോഡിഫയർ ഈസ് യൂസ്ഡ് ടു റിപ്പോർട്ട് ദ റിപ്പീറ്റഡ് ക്ലിനിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ലബോറട്ടറി ടെസ്റ്റ്. നമ്മളൊരു ടെസ്റ്റ്, ഇപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? BP ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ലബോറട്ടറി ടെസ്റ്റ് ഇപ്പോൾ രാവിലെ ചെയ്തു, ഉച്ച കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ചെയ്ത് നോക്ക് എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട് അല്ലേ? സോ അങ്ങനെ റിപ്പീറ്റ് പ്രൊസീജിയർ, റിപ്പീറ്റ് ടെസ്റ്റ് പറയുകയാണെങ്കിൽ ആ ഒരു കേസിലാണ് നമ്മൾ 91 മോഡിഫയർ ആഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോഡിഫയർ ആണ് 92 എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് ലബോറട്ടറി പ്ലാറ്റ്ഫോം. എന്താണിത്? ദിസ് മോഡിഫയർ ഈസ് യൂസ്ഡ് വെൻ എ ലബോറട്ടറി ടെസ്റ്റിംഗ് ഈസ് ബീങ് പെർഫോംഡ് യൂസിങ് എ കിറ്റ് ഓർ ട്രാൻസ്പോർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഇപ്പം സർജറിയുടെ ടൈമിൽ, സർജറി നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ എക്സ്റേ എടുക്കാറുണ്ട് ഇല്ലേ? അപ്പം ആ ഒരു പ്രൊസീജിയർ, ആ ഒരു സർവീസിനെ കാണിക്കാൻ വേണ്ടിയാണ് 92 മോഡിഫയർ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സർവീസിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ 92 മോഡിഫയർ നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ലബോറട്ടറി ടെസ്റ്റിന് വേണ്ടി നമ്മൾ കിറ്റ് യൂസ് ചെയ്ത് ലബോറട്ടറി ടെസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് എക്സ്റേ. ഓക്കെ, സോ അതിനെ, ആ ഒരു സർവീസ് കാണിക്കാൻ വേണ്ടിയാണ് 92 മോഡിഫയർ നമ്മൾ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് മോഡിഫയർ ആണ് 76 എന്ന് പറയുന്നത്. റിപ്പീറ്റ് പ്രൊസീജിയർ ബൈ സെയിം ഫിസിഷ്യൻ. This modifier is used when the same physician repeat the procedure after an unsuccessful section on the same day or subsequent day. ഇപ്പം ഇന്നത്തെ ദിവസമാണെങ്കിലും ഓക്കെ, ഈ ഒരു ദിവസം ഒരു പ്രൊസീജിയർ ചെയ്തിരുന്നു. ഓക്കെ, അത് അൺസക്സസ്ഫുൾ ആയിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റി. ഓക്കെ, അപ്പോൾ അത് ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ചെയ്യാം എന്നൊരു ഫിസിഷ്യൻ ആവശ്യപ്പെടുന്നു. ഓക്കെ, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന മോഡിഫയർ ആണ് 76 എന്ന് പറയുന്നത്. റിപ്പീറ്റ് പ്രൊസീജിയർ ബൈ സെയിം ഫിസിഷ്യൻ. ഇപ്പോൾ സെയിം ഫിസിഷ്യൻ ഒരു പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി, അതായത് സെയിം ഡേ തന്നെ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് നെക്സ്റ്റ് ഡേ തന്നെ ആ സെയിം ഫിസിഷ്യൻ ആ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ 76 മോഡിഫയർ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മോഡിഫയർ ആണ് 77. റിപ്പീറ്റ് പ്രൊസീജിയർ ബൈ അനദർ ഫിസിഷ്യൻ. ഓക്കെ, സോ 76 എന്ന് പറയുന്നത് റിപ്പീറ്റ് പ്രൊസീജിയർ ബൈ സെയിം ഫിസിഷ്യൻ. സെയിം ഫിസിഷ്യനാണ്
ഒരു പ്രൊസീജിയർ ചെയ്തു, നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ സെയിം ഡേ തന്നെ ആ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുമ്പോഴാണ് 76 മോഡിഫയർ ആഡ് ചെയ്യേണ്ടത്. 77 എന്ന് പറയുന്നത് റിപ്പീറ്റ് പ്രൊസീജിയർ ബൈ അനദർ ഫിസിഷ്യൻ, മറ്റൊരു ഫിസിഷ്യനാണ്. ഓക്കെ, ദിസ് മോഡിഫയർ ഈസ് യൂസ്ഡ് വെൻ എ ബേസിക് പ്രൊസീജിയർ ഓർ സർവീസ് വാസ് റിപ്പീറ്റഡ് ബൈ അനദർ ഫിസിഷ്യൻ ഓൺ ദ സെയിം ഡേ ഓർ സബ്സിക്വൻറ്റ് ഡേ. ഓക്കെ, മറ്റൊരു ഫിസിഷ്യനാണ് സെയിം ഡേ തന്നെ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് ഡേയിൽ ആ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ 77 മോഡിഫയർ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് മോഡിഫയർ ആണ് 51 എന്ന് പറയുന്നത്. ഇത് മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സിനെ കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മോഡിഫയർ ആണ് 51 എന്ന് പറയുന്നത്. When multiple procedures are performed at the same operative section by the same individual, the primary procedure is reported and additional procedure is also reported along with modifier 51. Okay, multiple procedures same operative sectionൽ സെയിം ഇൻഡിവിജ്വലിന് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 51 modifier should not be used along with add-on code, E&M codes and vaccination codes. ഓക്കെ, ഈ 51 മോഡിഫയർ എന്ന് പറയുന്നത് ആഡ് ഓൺ കോഡിൻ്റെ കൂടെ ആഡ് ചെയ്യില്ല. ആഡ് ഓൺ കോഡിൻ്റെ കൂടെ ഓൾമോസ്റ്റ് നമ്മൾ മോഡിഫയേഴ്സ് അങ്ങനെ ആഡ് ചെയ്യാറില്ല. ഓക്കെ, 51 പ്രത്യേകിച്ച്. അതേപോലെ E&M കോഡ്സിൻ്റെ കൂടെയും 51 മോഡിഫയർ ആഡ് ചെയ്യില്ല. അതേപോലെ വാക്സിനേഷൻ കോഡ്സിൻ്റെ കൂടെയും. ഓക്കെ, സോ അത് ഒന്ന് നോട്ട് ചെയ്തോളുക. സോ 51 മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ഓപ്പറേറ്റീവ് സെക്ഷനിൽ സെയിം ഇൻഡിവിജ്വലിന് മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ആ പ്രൊസീജിയർ കാണിക്കേണ്ട മോഡിഫയർ ആണ് 51 എന്ന് പറയുന്നത്. ആ ഒരു സർവീസ് കാണിക്കേണ്ടതാണ്. 51 മോഡിഫയേഴ്സ് ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സിനെ കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഡോക്ടർ എ പെർഫോംഡ് ആൻറ്റീരിയർ ക്രീനിയൽ ഫോസ അപ്രോച്ച് ആൻഡ് ഡെഫിനിറ്റീവ് പ്രൊസീജിയർ. ഡോക്ടർ ഈസ് പെർഫോംഡ് റിപ്പയർ പ്രൊസീജിയർ. സോ ഇതിൻ്റെ കോഡ് ഇവിടെ വരുന്നത് 61580, 61601 വിത്ത് മോഡിഫയർ 51, then 61618 with modifier 62. 62 മോഡിഫയർ എന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. രണ്ട് സർജൻസിനെ കാണിക്കാൻ വേണ്ടിയാണ് 62 മോഡിഫയർ നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ. ഡോക്ടർ വൈ ആണ് റിപ്പയർ ചെയ്യുന്നത് ആ പ്രൊസീജിയറിന്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കേൾക്കുക. ഡോക്ടർ എ പെർഫോംഡ് ആൻറ്റീരിയർ ക്രീനിയൽ ഫോസ അപ്രോച്ച് ആൻഡ് ഡെഫിനിറ്റീവ് പ്രൊസീജിയർ. ഡോക്ടർ വൈ പെർഫോംഡ് റിപ്പയർ പ്രൊസീജിയർ. സോ ഇവിടെ സെയിം ഫിസിഷ്യൻ മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ റിപ്പയർ ചെയ്യുന്നത് വേറൊരു ഫിസിഷ്യനാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് 61580 ഫസ്റ്റ് പ്രൊസീജിയറിൻ്റെ കോഡ്, ദെൻ സെക്കൻഡ് പ്രൊസീജിയറിൻ്റെ കോഡ് വിത്ത് മോഡിഫയർ 51, ദെൻ കോമ റിപ്പയർ ചെയ്ത പ്രൊസീജിയറിൻ്റെ കോഡ്. ഓക്കെ, അനദർ ഫിസിഷ്യൻ ചെയ്ത പ്രൊസീജിയറിൻ്റെ കോഡാണ് അവിടെ ആഡ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ പോലെ 51 മോഡിഫയേഴ്സ് ആഡ് ഓൺ കോഡിൻ്റെ കൂടെ യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു മോഡിഫയറും നമ്മൾ ആഡ് ഓൺ കോഡിൻ്റെ കൂടി യൂസ് ചെയ്യില്ല. ഓക്കെ, ഡു നോട്ട് യൂസ് എനി CPT മോഡിഫയേഴ്സ് അലോങ് വിത്ത് ആഡ് ഓൺ കോഡ്. ദെൻ നെക്സ്റ്റ് മോഡിഫയർ ആണ് 59 എന്ന് പറയുന്നത്, ഡിസ്റ്റിങ്ക്റ്റ് പ്രൊസീജിയർ. ഓക്കെ, this modifier is reported when two different procedures are done on different anatomical site using a separate incision on site or different operative section on the same day. ഒരു എക്സാമ്പിൾ പറയാം. ഡയഗ്നോസ്റ്റിക് ബ്രോങ്കോസ്കോപ്പി ആൻഡ് ഡയഗ്നോസ്റ്റിക് ഈസോഫാഗോഡിയോഡിനോസ്കോപ്പി ഡൺ ഓൺ സെയിം ഓപ്പറേറ്റീവ് പീരിയഡ്. സോ 59 മോഡിഫയർ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് പ്രൊസീജിയറാണ്. അതായത് 2 ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് ഡിഫറെൻറ്റ് അനാറ്റമിക്കൽ സൈറ്റിൽ, ഓക്കെ, ഡിഫറെൻറ്റ് ഓപ്പറേറ്റീവ് സെക്ഷനിൽ സെയിം ഡേ തന്നെ ആയിരിക്കും, ഡേ സെയിം ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് ഓപ്പറേറ്റീവ് സെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് അനാറ്റമിക്കൽ സൈറ്റ് ആയിരിക്കാം, ഡിഫറെൻറ്റ് പ്രൊസീജിയർ ആയിരിക്കാം. ഓക്കെ, അപ്പം 2 ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് ഡിഫറെൻറ്റ് അനാറ്റമിക്കൽ സൈറ്റിൽ ഡിഫറെൻറ്റ് ഓപ്പറേറ്റീവ് സെക്ഷനിൽ സെയിം ഡേ തന്നെ പെർഫോം ചെയ്യുകയാണെങ്കിൽ 59 മോഡിഫയർ ആണ് നമ്മളതിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് മോഡിഫയർ ഈസ് റിപ്പോർട്ടഡ് വിത്ത് 2 ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് ആർ ഡൺ ഓൺ ഡിഫറെൻറ്റ് അനാറ്റമിക്കൽ സൈറ്റ്സ് യൂസിങ് എ സെപ്പറേറ്റ് ഇൻസിഷൻ ഓൺ സൈറ്റ് ഓർ ഡിഫറെൻറ്റ് ഓപ്പറേറ്റീവ് സെക്ഷൻ ഓൺ ദ സെയിം ഡേ. ഓക്കെ, നെക്സ്റ്റ് മോഡിഫയർ ആണ് 53 എന്ന് പറയുന്നത്, discontinued procedure. Under certain circumstances, the physician may elect or terminate a surgical procedure due to the patient's condition, such as increased BP or decreased temperature.
and will continue after some time when the patient or circumstances becomes stable. ഓക്കെ, സോ ഡിസ്കണ്ടിന്യൂഡ് പ്രൊസീജിയർ അതാണ് 53 മോഡിഫയർ എന്ന് പറയുന്നത്. ഈ 59 മോഡിഫയറും 53 മോഡിഫയറും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ 53 മോഡിഫയർ എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂഡ് പ്രൊസീജിയറാണ്. ഫിസിഷ്യൻ ടെർമിനേറ്റ് ചെയ്യുകയാണ് ആ സർജിക്കൽ പ്രൊസീജിയർ പേഷ്യൻസിൻ്റെ കണ്ടീഷൻ കാരണം, ലൈക്ക് BP ലോ ആവുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നത് അല്ലെങ്കിൽ BP കുറയുന്നതോ കൂടുന്നതോ അങ്ങനെയൊക്കെയുള്ള കേസിൽ പേഷ്യൻസിൻ്റെ ആ കണ്ടീഷൻസ് വരുന്ന കേസിൽ ഫിസിഷ്യൻ ആ പ്രൊസീജിയർ ടെർമിനേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള കേസിലാണ് അത്, എന്നിട്ട് പിന്നീട് ഏതെങ്കിലും ഒരു ടൈമിലേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആൻഡ് വിൽ കണ്ടിന്യൂ ആഫ്റ്റർ സം ടൈം. ഓക്കെ, പേഷ്യൻറ്റ് സ്റ്റേബിൾ ആയതിനു ശേഷം അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ 53 മോഡിഫയർ ആഡ് ചെയ്യുന്നത്. ഡിസ്കണ്ടിന്യൂഡ് പ്രൊസീജിയർ, ആ പ്രൊസീജിയറിന് ഇടയ്ക്കൊരു തടസ്സം അനുഭവപ്പെട്ടു അല്ലേ. സോ ആ പേഷ്യൻറ്റിനൊരു BP ഇൻക്രീസ് ആയി അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞു, ആ ഒരു കേസിൽ ആ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യും. അതൊന്ന് സ്റ്റേബിളായിട്ട് ഏതൊരു പ്രൊസീജിയറും നമ്മൾ ചെയ്യുകയുള്ളൂ അല്ലേ. സോ അങ്ങനെയുള്ള കേസ് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു സർവീസ് ആണ് നമ്മൾ 53 മോഡിഫയർ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഡ്യൂറിങ് ട്യൂബെക്ടമി ഓഫ് എ പേഷ്യൻറ്റ് after the incision for a procedure, the patient's blood pressure increased and the surgeon decided to terminate the procedure and will continue some other day. നെക്സ്റ്റ് മോഡിഫയർ ആണ് 73 എന്ന് പറയുന്നത്. ദിസ് മോഡിഫയർ ഈസ് റിപ്പോർട്ടഡ് വെൻ എ പ്രൊസീജിയർ ഈസ് ഡിസ്കണ്ടിന്യൂഡ് ഓർ ക്യാൻസൽഡ് ബിഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അനസ്തേഷ്യ ഇൻ എൻ ഔട്ട് പേഷ്യൻറ്റ് സെറ്റിംഗ് ഓർ ആൻ ആംബുലേറ്ററി സർവീസ്. മുമ്പ് തന്നെ അനസ്തേഷ്യ അഡ്മിനിസ്റ്റർ ചെയ്തതിന് മുമ്പ് തന്നെ ആ പ്രൊസീജിയർ ഡിസ്കണ്ടിന്യൂ ചെയ്തു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട മോഡിഫയർ ആണ് 73 എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊസീജിയർ ഈസ് ഡിസ്കണ്ടിന്യൂഡ് ഓർ ക്യാൻസൽഡ് ബിഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അനസ്തേഷ്യ. ഓക്കെ, സോ നെക്സ്റ്റ് മോഡിഫയർ ആണ് 74 എന്ന് പറയുന്നത്. ദിസ് മോഡിഫയർ ഈസ് reported when the procedure is discontinued or cancelled after the administration of anesthesia in an outpatient setting or an ambulatory service. ഓക്കെ, ഇത് നേരെ എഗൻസ്റ്റ് 73 എന്ന് പറയുന്നത് ബിഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് ആ പ്രൊസീജിയർ ഡിസ്കണ്ടിന്യൂ ചെയ്തു അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തു എന്ന് പറയുമ്പോഴാണ്, അതും ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റിലാണ് അല്ലെങ്കിൽ ആംബുലേറ്ററി സർവീസിലാണ്. ഓക്കെ, 74 എന്ന് പറയുന്നത് ആംബുലേറ്ററി സർവീസ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റിൽ തന്നെ അനസ്തേഷ്യ അഡ്മിനിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു പ്രൊസീജിയർ ഡിസ്കണ്ടിന്യൂ ചെയ്തു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്ന കേസിലാണ് നമ്മൾ 74 മോഡിഫയർ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് മോഡിഫയർ ആണ് 24 എന്ന് പറയുന്നത്. ഇതൊരു ENM മോഡിഫയർ ആണ്. ഓക്കെ, നോട്ട് റിപ്പോർട്ടഡ് വിത്ത് സർജറി കോഡ്സ്. ദിസ് മോഡിഫയർ ഈസ് യൂസ്ഡ് ടു റിപ്പോർട്ട് ആൻ അൺറിലേറ്റഡ് ENM സർവീസ് ബൈ ദ സെയിം ഫിസിഷ്യൻ ഡ്യൂറിംഗ് ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ്. ഒരു സർജറിയുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ സെയിം ഫിസിഷ്യൻ ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ 24 മോഡിഫയർ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അൺറിലേറ്റഡ് ENM സർവീസ് ബൈ ദ സെയിം ഫിസിഷ്യൻ ഡ്യൂറിങ് ദി പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ്. സെയിം ഫിസിഷ്യൻ തന്നെ ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ള നേരത്തെ നടന്ന സർജറിയുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ടൈമിൽ സെയിം ഫിസിഷ്യനെ ആ സർജറിയുമായി ഒരു റിലേറ്റഡും അല്ലാത്തൊരു കണ്ടീഷനുമായിട്ട് വന്ന് കാണുന്നു. ഓക്കെ, അങ്ങനെ ഒരു കേസിലാണ് നമ്മൾ 24 മോഡിഫയർ ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എ പേഷ്യൻറ്റ് വിത്ത് അക്യൂട്ട് സൈനസൈറ്റിസ് came to Dr. X's OP where the patient already being received a surgical treatment from Dr. X for laryngectomy. Here we will report the appropriate ENM code along with 24 modifier. Okay, so patient already sinusitis, acute sinusitis ആയിട്ട് ഡോക്ടറിനെ കാണാൻ വന്നിരുന്നു. ഓക്കെ, സോ ഇപ്പോൾ പേഷ്യൻ്റ് വന്നിരിക്കുന്നത് എന്തിനാണ്? ലാരിഞ്ചെക്ടമി ചെയ്യാനാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ അപ്രോപ്രിയേറ്റ് ഉള്ള ENM കോഡ് കൊടുത്തിട്ട് 24 മോഡിഫയർ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, സോ 24 മോഡിഫയർ എന്ന് പറയുന്നത് സെയിം ഫിസിഷ്യൻ്റെ അടുത്ത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഒരു അൺറിലേറ്റഡ് സർവീസിന് വേണ്ടി വരുന്നു. ഓക്കെ, ഇതാണ് 24 മോഡിഫയർ എന്ന് പറയുന്നത്. 25 മോഡിഫയർ എന്ന് പറയുന്നത് സെയിം ENM മോഡിഫയർ തന്നെയാണ്. ദിസ് മോഡിഫയർ ഈസ് യൂസ്ഡ് ടു റിപ്പോർട്ട് എ സിഗ്നിഫിക്കൻ്റ്ലി separately identifiable ENM service on same day of procedure by the same physician. ഇവിടെ എന്താണ് പറയുന്നത്? 25 മോഡിഫയർ എന്ന് പറയുമ്പോൾ
സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫയബിൾ ഇ സർവീസ് ആണ്. സെയിം ഫിസിഷ്യനാണ് സെയിം ഡേയിൽ സെപ്പറേറ്റ്ലി സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ഇ സർവീസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ 25 മോഡിഫയർ ആഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. പേഷ്യൻറ്റ് വിസിറ്റഡ് എ ഫിസിഷ്യൻ ഫോർ വാക്സിനേഷൻ ഇൻ ദ മോർണിംഗ്. Okay, and on the same day evening, the patient again visited the same physician for abdominal pain. Okay, so പേഷ്യൻറ്റ് രാവിലെ ഫിസിഷ്യനെ കാണാൻ വന്നിരുന്നു വാക്സിനേഷന് വേണ്ടി. ആ സെയിം ഡേ തന്നെ ആഫ്റ്റർനൂണ് സെയിം ഫിസിഷ്യനെ കാണാൻ വന്നു. എന്തുകൊണ്ട്? അബ്ഡോമിനൽ പെയിൻ ആയിട്ട് വന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കേസിലാണ് 25 മോഡിഫയർ നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് മോഡിഫയേഴ്സോട് നമുക്ക് നോക്കാനുണ്ട്. സോ നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. ഓക്കെ, സോ നെക്സ്റ്റ് ഡേ നമുക്ക് ഈ മോഡിഫയേഴ്സ് അത്യാവശ്യം CPC എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മോഡിഫയേഴ്സാണ് നമുക്ക് നോക്കാനുള്ളതിന്. അതേപോലെ 53യും 59ഉം ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചോളണം. ഓക്കെ, സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതേപോലെ CPC എക്സാം എഴുതാനിരിക്കുന്നവർക്ക് റിവിഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അതേപോലെ ഈ റിവിഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗൈഡ് ലൈൻസിനെ പേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് CPC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് ഗൈഡ് ലൈൻസിൽ ഒരുപാട് പേര് സ്റ്റക്കായി പോകുന്നത് ഗൈഡ് ലൈൻസിലാണ് അല്ലേ. നോർമലായിട്ട് നമുക്കൊരു കോഡ് എടുക്കാൻ പറ്റും, പക്ഷേ ഗൈഡ് ലൈൻ അപ്ലൈ ചെയ്ത് നമുക്ക് കോഡ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഗൈഡ് ലൈൻസ് ആണ് റിവിഷൻ ക്ലാസ്സിൽ. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ്, പ്ലീസ് ക്ലിക്ക് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. See you soon.